നമസ്കാരം. ജയശങ്കർ, വള്ളുവനാട് മാട്രിമോണിയൽ, ഒറ്റപ്പാലം. ഇന്ന് പറയാൻ പോകുന്ന പെൺകുട്ടി ഗോപിക പ്രസാദ് നായർ. ഗോപിക പ്രസാദിൻ്റെ നക്ഷത്രം തിരുവാതിര, 27 വയസ്സ്, എറണാകുളത്ത് ഒരു പ്രശസ്തമായ പ്രൈവറ്റ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. MBA ആണ് ആ കുട്ടിയുടെ ഹയസ്റ്റ് ക്വാളിഫിക്കേഷൻ. അച്ഛൻ്റെ പേര് ദേവി പ്രസാദ്, സഹോദരങ്ങളുണ്ട്. അമ്മ സിനി ദേവി പ്രസാദ്. എറണാകുളം നോർത്ത് പറവൂരിലാണ് അവർ താമസിക്കുന്നത്. ഈ കുട്ടിയുടെ ഹൈറ്റ് വന്നിട്ട് 175 സെൻറ്റിമീറ്റർ. അപ്പർ മിഡിൽ ക്ലാസ് ഫാമിലിയാണ്. ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ, അതായത് ക്വാളിഫിക്കേഷൻ വൈസ്, ഹൈറ്റ് ഇതെല്ലാം വെച്ച് നോക്കി ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വള്ളുവനാട് മാട്രിമോണിയലിനെ കോൺടാക്ട് ചെയ്യണം. ഒരിക്കൽ കൂടെ ഞാൻ ഗോപിക പ്രസാദിനെ കുറിച്ച് പറയാം. ഗോപിക പ്രസാദ് തിരുവാതിര നക്ഷത്രം, 27 വയസ്സ്, എറണാകുളം നോർത്ത് പറവൂരിലാണ് താമസിക്കുന്ന ഈ കുട്ടി. എറണാകുളത്താണ് വർക്ക് ചെയ്യുന്നത്. MBA ആണ് ഹയസ്റ്റ് ക്വാളിഫിക്കേഷൻ. ഫാദർ ദേവി പ്രസാദ് നായർ, അമ്മ സിനി ദേവി പ്രസാദ്. ഈ കുട്ടിയുടെ ഹൈറ്റ് വന്നിട്ട് 175 സെൻറ്റിമീറ്റർ. ആർക്കെങ്കിലും ഈ കേസുമായിട്ട് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വള്ളുവനാട് മാട്രിമോണിയിൽ ബന്ധപ്പെടണം. വള്ളുവനാട് മാട്രിമോണിയിൽ രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യുക. ആൾറെഡി രജിസ്റ്റേർഡ് ആണെങ്കിൽ റിന്യൂ ചെയ്തു എന്ന് ഉറപ്പ് വരുത്തുക. എന്നിട്ട് നമ്മളുമായിട്ട് ബന്ധപ്പെടുക. തീർച്ചയായിട്ടും ഇവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ എടുത്തു തരുന്നതായിരിക്കും. എല്ലാ വീഡിയോകളിലും പറയുന്ന 1-2 കാര്യങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോയിലും ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. വിവാഹത്തിന് അച്ഛനമ്മമാർ തയ്യാറെടുക്കുന്ന സമയത്ത്, മക്കളുടെ വിവാഹത്തിൻ്റെ ആവശ്യത്തിനായിട്ട് അച്ഛനമ്മമാർ തയ്യാറെടുക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും ഒരു ദിവസം മക്കളുമായി, മക്കൾ എന്ന് പറയുമ്പോൾ സഹോദരങ്ങളെല്ലാം, ഈ കുട്ടിയുടെ ആർക്കാണോ കല്യാണം നോക്കുന്നത് വെച്ചാൽ കുട്ടിയുടെ സഹോദരങ്ങളെല്ലാവരും ദൂരെയാണെങ്കിലും അവരോട് ഒരു ദിവസം വീട്ടിലോട്ട് വരാൻ പറയുക. വീട്ടിലിരുന്ന് സ്വസ്ഥമായിട്ടിരുന്ന് ഒന്ന് സംസാരിക്കുക. കല്യാണം ആർക്കാണോ നോക്കുന്നത് വെച്ചാൽ ആ കുട്ടിയായിട്ട് നന്നായിട്ടൊന്ന് സംസാരിക്കുക. എന്താണ് സംസാരിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കുട്ടിക്ക് പല കാര്യങ്ങളും പറയാനുണ്ടാവും. അതായത് ഇന്ന സ്ഥലത്ത് എനിക്ക് ജോലി കിട്ടിയാൽ നന്നായി, ജോലിയുള്ള കുട്ടിയെ കിട്ടിയാൽ നന്നായി, ഇന്ന വിദ്യാഭ്യാസമുള്ള കുട്ടിയെ കിട്ടിയാൽ നന്നായി, ഇന്ന ഹൈറ്റുള്ള കുട്ടിയെ കിട്ടിയാൽ നന്നായി എന്നൊക്കെ പറയാനുള്ള കുറേ കാര്യങ്ങളുണ്ടാവും. അപ്പോൾ ഇതെല്ലാം രക്ഷിതാക്കൾ നന്നായിട്ട് മനസ്സിലാക്കി വെക്കണം. ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് മറ്റുള്ള പാരൻസുമായിട്ട് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയും, ഇത് കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല. നിങ്ങൾ ഏതെങ്കിലും പ്രൊഫൈലിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കുട്ടികൾക്കെടുത്ത് കൊടുക്കും. കുട്ടികൾക്കെടുത്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടികളത് ഒട്ടും ശ്രദ്ധിക്കില്ല. ഒട്ടും ശ്രദ്ധിക്കാതെ വരുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു വിഷമമാവും. ഇതെന്തുകൊണ്ട് മക്കൾ ഇങ്ങനെ പറയുന്നു? ഇതിലൊരൊറ്റ ഉത്തരമേ ഉള്ളൂ. മക്കളുമായിട്ട് ഭംഗിയായിട്ട് സംസാരിക്കുക. വളരെ നന്നായിട്ടാണ് സംസാരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റും. അല്ലെങ്കിൽ മറ്റുള്ള കുട്ടികളുടെ രക്ഷിതാക്കളുമായിട്ട് സംസാരിച്ച് നിങ്ങൾ ഒരു ചെറിയൊരു വിഡ്ഢിവേഷം കിട്ടുന്ന ലെവലായി മാറും. അത് പാടില്ല. രണ്ടാമത്തെ കാര്യം,
കുട്ടികളുമായി സംസാരിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ തറവാട്ടിലെ അല്ലെങ്കിൽ കുടുംബക്ഷേത്രം അല്ലെങ്കിൽ ധർമ്മദൈവങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്ന ക്ഷേത്രം, അത് മിക്കവാറും ദേവീ സാന്നിധ്യമായിരിക്കും അവിടെ. ചിലപ്പോൾ മാറ്റം വരാം, പക്ഷെ നോർമലി ഞാൻ കാണുന്നത് ഭുവനേശ്വരി ഇങ്ങനെയൊക്കെയുള്ള ദേവീ സങ്കല്പങ്ങളാണ്. ഈ ദേവീ സങ്കല്പത്തിന് നന്നായിട്ടൊന്ന് പ്രാർത്ഥിക്കുക. നന്നായി പ്രാർത്ഥിച്ചതിന് ശേഷം ഇനി അഥവാ നാഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ആ കുട്ടിയൊക്കെ കൊണ്ടുപോയി അവിടെ തൊഴുകിപ്പിക്കുക. നാഗങ്ങൾക്കൊരു നെയ്വിളക്കൊക്കെ ഒന്ന് കൊളുത്തി വയ്ക്കുക. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരു പരിധി വരെയുള്ള പ്രശ്നങ്ങളെല്ലാം സോൾവ് ആവും. അടുത്തത് ജാതകം. ജാതകത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ നോർമലി ചെയ്യുക, ഏതെങ്കിലും ഒരു ജ്യോത്സ്യൻ്റെ അടുത്ത് പോകുന്നു, ഒരു തലക്കുറി അല്ലെങ്കിൽ ഹോറോസ്കോപ്പ് അല്ലെങ്കിൽ ചിലതിക്കൽ കുറിപ്പ് എന്നൊക്കെ പറയും, ഇത് എഴുതി വാങ്ങിക്കുന്നു. എന്നിട്ട് അവർ പറയുന്ന കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു വയ്ക്കും. അരദോഷം, മുക്കാദോഷം, ഒരു ദോഷം, ഒന്നര ദോഷം, 2 ദോഷം, 2.5 ദോഷം, ശുദ്ധജാതകം. ഇത് പഠിക്കരുത്. അവരെന്ത് വേണമെങ്കിൽ പറയട്ടെ, നമ്മൾ എപ്പോഴും ജ്യോതിഷനെ കൊണ്ട് നോക്കിപ്പിക്കണം. ഒരു കാരണവശാലും അയ്യോ നമ്മുടെ കുട്ടിക്ക് ശുദ്ധജാതകമാണല്ലോ, നമ്മുടെ വരാൻ പോകുന്ന നോക്കാൻ പോകുന്ന കുട്ടിയുടെ ജാതകത്തിൽ ദോഷമാണല്ലോ, അതിപ്പോൾ എങ്ങനെ മാച്ചാവും എന്നൊക്കെ ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമില്ല. മാച്ചാവുകയോ മാച്ചാവാതിരിക്കുകയോ എന്തോ ആവട്ടെ, നിങ്ങൾ നിർബന്ധമായും 2 ഫാമിലിക്കും ഓക്കെ ആകുന്ന പ്രൊഫൈലുകൾ ജ്യോത്സ്യനെ കൊണ്ട് നോക്കിപ്പിക്കണം. നിങ്ങളായിട്ടൊരു മുൻവിധി നടത്തരുത്. പല ജ്യോത്സ്യരും പറയും ഇന്ന നാൾ ചേരില്ല, അത് ചേരില്ല, ഇത് ചേരില്ല, അങ്ങനെ എന്നൊക്കെ പറയും. നിങ്ങൾ നോക്കിപ്പിക്കൂ. നിങ്ങളതൊന്നും പഠിച്ചു വെക്കണ്ട, നിങ്ങൾ നോക്കിപ്പിക്കൂ. ഞാൻ ജാതകത്തിന് എതിരല്ല, പക്ഷെ നമ്മളുടെ അപ്രോച്ചാണ് തെറ്റ്. ജാതകം പിടിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളാണ് ഏറ്റവും വലിയ തെറ്റുണ്ടാക്കുന്നത്. ജാതകം നോക്കിപ്പിക്കല്ല ഇപ്പോൾ ഇവിടെ ചെയ്യുന്നത്. ഡോക്ടറെ കാണാതെ മരുന്ന് വാങ്ങുന്ന അവസ്ഥയാണ് നമ്മൾ സ്വയം മുൻവിധി നടത്തുന്നത്. അത് കഴിയുന്നതും ഒഴിവാക്കണം. അപ്പോൾ ജാതകം ഏത് പ്രൊഫൈൽ കിട്ടിക്കഴിഞ്ഞാലും അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഏത് പ്രൊഫൈൽ വന്നു കഴിഞ്ഞാലും പണിക്കരെ കൊണ്ട് അല്ലെങ്കിൽ ജ്യോത്സ്യനെ കൊണ്ട് നോക്കിപ്പിക്കുക. അടുത്തത് ജാതകം ഓക്കെ, 2 വീടുകളും ഓക്കെയാണ്, എല്ലാ കാര്യങ്ങളും മാച്ചിങ് ആയിട്ട് വന്നു. കുട്ടികൾ 15 ദിവസം തൊട്ട് മാക്സിമം വാട്സപ്പ് ചാറ്റിൽ കൂടെ ഒരു ഫ്രണ്ട്ഷിപ്പ് ബിൽഡപ്പ് ചെയ്യണം. പെൺകുട്ടിയായാലും ആൺകുട്ടിയായാലും തീർച്ചയായിട്ടും നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ബിൽഡപ്പ് ചെയ്യുക. അടിസ്ഥാനപരമായിട്ട് 4-5 കാര്യങ്ങൾ ഇവർ ഈ ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും തീർച്ചയായിട്ടും മനസ്സിലാക്കി വെക്കണം. അതായത് വാട്സപ്പ് ചാറ്റിൽ കൂടെ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുന്ന സമയത്ത് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന്, കുടുംബ പാരമ്പര്യം അല്ലെങ്കിൽ ഫാമിലി ബാക്ക്ഗ്രൗണ്ട്. അച്ഛൻ എന്തായിരുന്നു, അമ്മ എന്തായിരുന്നു, സഹോദരങ്ങൾ എന്താണ് ചെയ്യുന്നത്, നാടെവിടെയാണ്, നാട്ടിൽ എന്താണ് വീട്ടിൽ, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഈ വീടുമായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ. ഇതെല്ലാം നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കി വയ്ക്കുക. രണ്ടാമത്തെ കാര്യം എഡ്യൂക്കേഷൻ. നമ്മളിപ്പോൾ ഈ പ്രൊഫൈലുകളിലൊക്കെ കാണുന്നുണ്ട് എംടെക്, ബിടെക്, MBA, MCOM, BCOM, BA, ഇതെന്നൊക്കെ പറഞ്ഞ് കാണുന്നുണ്ട്. തീർച്ചയായിട്ടും ചോദിച്ച് മനസ്സിലാക്കുക, എവിടെ നിന്ന് എന്തൊക്കെ പഠിച്ച് ഏതൊക്കെ. 2 പേര് സംസാരിക്കുമ്പോൾ 2 പേർക്കും ആ 2 പേരുടെയും എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ പറ്റിയിട്ടൊരു അവയർനെസ് ഉണ്ടായിരിക്കണം. ഇപ്പോൾ അഥവാ കുട്ടികൾ ഏതെങ്കിലും ഒരു കോർപ്പറേറ്റ് കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത് അല്ലെങ്കിൽ ഗവൺമെൻറ് സ്ഥാപനത്തിലാണ് ജോലി ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾ എഡ്യൂക്കേഷൻ്റെ കാര്യത്തിൽ വല്ലാതെ വരിപ്പെടേണ്ട കാര്യമില്ല. കാര്യം
അവർ ബാക്ക്ഗ്രൗണ്ട് ചെക്കിങ് കഴിഞ്ഞിട്ടാണ് ജോലി കൊടുക്കുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ അല്ലാത്ത കമ്പനികളിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ എഡ്യൂക്കേഷനെ പറ്റി നന്നായിട്ട് മനസ്സിലാക്കണം. മൂന്നാമത്തെ കാര്യം, കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കണം ഏതെങ്കിലും തരത്തിൽ മെഡിസിൻ എടുക്കുന്നുണ്ടോ എന്നുള്ളത്. അതിനെ ഒരു നെഗറ്റീവായിട്ട് കാണണ്ട, മറിച്ച് അറിഞ്ഞിരിക്കണം. ഷുഗറിനുള്ള മെഡിസിനോ അല്ലെങ്കിൽ വേറെ വല്ല തൈറോയിഡ് അല്ലെങ്കിൽ BP പലതും ഇപ്പം ജോലി സ്ഥലങ്ങളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈവറ്റ് കമ്പനികളിലൊന്നും അത്ര നിസ്സാരമായിട്ടല്ല, നല്ല ടെൻഷനായിരിക്കും ജോലിയൊക്കെ. അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കി വെക്കണം. അടുത്തത്, അമിതമായ ലോണുകൾ, ബാങ്കിൽ നിന്ന് ലോണുകൾ എടുത്തിട്ടുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കി വെക്കണം. ചിലപ്പോൾ ഒരു 5 ലക്ഷം ലോൺ എടുക്കേണ്ടതിന് പകരം 10 ലക്ഷം എടുത്തിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാക്കി വെക്കണം. നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ ഓക്കെ, രണ്ടുപേർക്കും ഓക്കെ ആവണം. കാരണം നാളെ എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് സംഭവിച്ചാൽ തീർച്ചയായിട്ടും അതിൻ്റെ ഉത്തരവാദിത്വം മറ്റേ ആൾക്കായിരിക്കും. ആരുടെയാണോ ആബ്സെൻസ് വരുന്നത് വെച്ചാൽ മറ്റേ ആളുടെ ഉത്തരവാദിത്വമായിരിക്കും. തീർച്ചയായും അതുമെല്ലാം മനസ്സിലാക്കി വയ്ക്കുക. അത് കഴിഞ്ഞ് കുട്ടികൾ തമ്മിൽ കൃത്യമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുക, വല്ല ലവ് അഫെയറും ലൈവായിട്ടുണ്ടോ എന്നുള്ളത്. ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഞങ്ങളുടെ ഒരു ഫാമിലി അല്ലെങ്കിൽ ഞങ്ങളെ വിഷമത്തിലാക്കരുത് എന്ന് കൃത്യമായിട്ട് തന്നെ പറയണം. പിന്നെ ഇതെല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ തമ്മിൽ പുറത്ത് വെച്ച് കാണണം. നമ്മുടെ നോർമലി സംഭവിക്കുക പെണ്ണ് കാണൽ ചടങ്ങാണ് സംഭവിക്കുക. ആ പെണ്ണ് കാണൽ ചടങ്ങിൻ്റെ മുന്നേ തന്നെ കുട്ടികൾ പുറത്ത് വെച്ച് കാണണം. വല്ല കോഫി ഹൗസിലോ എവിടെയെങ്കിലുമൊക്കെ പോയിരുന്ന് ഒരു കോഫിയൊക്കെ കുടിച്ച് ഒരു 2-3 മണിക്കൂറെങ്കിലും മിനിമം സംസാരിക്കുക. ഈ കാര്യങ്ങളെല്ലാം ഒരു കംഫർട്ട് ലെവൽ ആകുന്നുണ്ട് എന്നുള്ള പൂർണ്ണ ബോധ്യം ഉണ്ടാകണം. ചാടിക്കേറി ഒരു ഡിസിഷൻ കൊടുക്കണ്ട. എല്ലാവരും വളരെ കംഫർട്ട് ലെവൽ ആവുന്നുണ്ടെന്ന് മനസ്സിലാക്കുക, പ്രത്യേകിച്ച് കുട്ടികൾ തമ്മിൽ. അത് ഉറപ്പാണെങ്കിൽ മാത്രം പെണ്ണ് കാണൽ ചടങ്ങിന് വിളിക്കുക. പെണ്ണ് കാണൽ ചടങ്ങ് ഒരു ചടങ്ങ് മാത്രമേ ആവാൻ പാടുള്ളൂ. അവിടെ അധികം കൂടുതൽ ഡിസ്കഷനും പറ്റില്ല. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്താൽ, അല്ലെങ്കിൽ നന്നായിട്ട് കമ്മ്യൂണിക്കേഷനൊക്കെ നടത്തി കഴിഞ്ഞാൽ ഭാവിയിൽ അല്ലെങ്കിൽ മാരേജിന് ശേഷം നിങ്ങൾക്ക് വലിയൊരു ബുദ്ധിമുട്ടുണ്ടാവാൻ പോകുന്നില്ല. മറ്റേത് ഇപ്പോൾ നിങ്ങൾ സംസാരിച്ചിട്ടില്ലെങ്കിൽ പിന്നെ കുറേ സംസാരിക്കേണ്ടി വരും കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ. കഴിയാവുന്നത്ര നന്നായിട്ട് സംസാരിക്കുക പാരൻസ് തമ്മിൽ. ഈ വിവാഹം നടക്കണം, 2025 ഈ വിവാഹം നടത്തണം എന്നൊരു തീരുമാനം എടുക്കുക. ഓരോ ആലോചനകൾ, ഓരോ പ്രപ്പോസലുകളും വരുമ്പോൾ നിങ്ങൾക്ക് തോന്നും, അടുത്ത പ്രപ്പോസൽ കാണുമ്പോൾ അയ്യോ ഇതിലേറെ കുറച്ച് നന്നായിരുന്നല്ലോ, ഇതിലേറെ കുറച്ച് നന്നായിരുന്നല്ലോ, ഇവന് 2 ലക്ഷം റുപ്യ കൂടുതൽ ശമ്പളം ഉണ്ടല്ലോ, ഇല്ലെങ്കിൽ അവന് 2 സെൻറ്റിമീറ്റർ കൂടുതൽ ഹൈറ്റ് ഉണ്ടല്ലോ, അപ്പോൾ അത് നോക്കിയാലോ. ഇങ്ങനെ നോക്കി ഇത് എവിടെ എത്തില്ല. ഒരു ഡിസിഷൻ എടുക്കണം. തീർച്ചയായിട്ടും നമുക്ക് ഇന്ന ലെവലിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ നമ്മളുടെ ക്രൈറ്റീരിയ ഇന്ന കാര്യങ്ങളാണ്, ഇത് മീറ്റായി കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും നടത്തും എന്നങ്ങ് മനസ്സിലാക്കുക. അത് ചെയ്യുക. ബാക്കി വരുന്നതൊക്കെ അതിനൊക്കെ മറന്നേക്കുക. അപ്പോൾ നന്നായിട്ട് പ്രാർത്ഥിക്കുക. നന്നായിട്ട് പ്രാർത്ഥിച്ചതിന് ശേഷം തീർച്ചയായിട്ടും കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക. എല്ലാവർക്കും മംഗളാശംസകൾ. നന്ദി, നമസ്കാരം. ജയശങ്കർ ഒറ്റപ്പാലം.